നമസ്കാരം. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നത് വഴി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുക, കരാറ് ജോലികളാണെങ്കിൽ അത് വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ബൃഹത് സംരംഭങ്ങളെ ഏറ്റെടുക്കുക, വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് സ്വന്തമായി പ്രസ്ഥാനം നടത്തി വരുന്നവർക്ക് ധാരാളം അവസരങ്ങളും അന്വേഷണങ്ങളും ഉണ്ടാവുക. പൊതുവെ എല്ലാ പ്രകാരത്തിലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തൊഴിൽ മേഖലകളിലും അതേപോലെ തന്നെ കുടുംബത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിൽ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുള്ളതുകൊണ്ട് ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഒക്ടോബർ നവംബർ മാസത്തോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനും അവസരമുണ്ടാകും. ഡിസംബർ മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവിചാരിതമായിട്ട് അവസരം വന്നു ചേരുവാനും മംഗളകരമായി പൂർത്തീകരിക്കുവാനും ഒരു നേതൃത്വ സ്ഥാനത്തോടുകൂടി അതെല്ലാം വേണ്ട വിധത്തിൽ നയിക്കാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ആധുനിക കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും അവസരമുണ്ടാകും. ഒരുപക്ഷെ സമാന ചിന്താഗതിയിലുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഒരു കർഷകൻ്റെ പൂർണ്ണ സഹകരണവും ഇതിന് ഉപോത്ബലകമായി തീരുവാനും ഇടയുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനമുണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള പാഠ്യപദ്ധതി, അതായത് ജോലിയോടൊപ്പം പഠിക്കുന്ന പാഠ്യപദ്ധതി മറ്റ് തസ്തികകളിലേക്ക് അവസരങ്ങൾ വന്നു ചേരുവാൻ ഉപകരിക്കുവാനും ജൂൺ മാസം മുതൽ മറ്റൊരു ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആശ്വാസവും സമാധാനവും വന്നു ചേരും. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. പലപ്പോഴും നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ട് ചിലപ്പോൾ മേലധികാരികളുടെ ഉദാസീന മനോഭാവമായിരിക്കാം, ചിലർക്ക് ഉടമസ്ഥരുടെ നിർബന്ധമായിരിക്കാം. ഏത് പ്രകാരത്തിലും എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും സഹകരണത്താലും പദ്ധതികളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങളെ പരമാവധി വിനിയോഗിക്കുവാൻ സാധിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനിടയുണ്ട്. സ്വയം തീരുമാനിച്ച സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വതന്ത്രമായിട്ട് വ്യാപാര വിപണന മേഖലകൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള ജീവിതശൈലിയും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ, പ്രാണായാമം എന്നിവ സ്ഥിരമായിട്ട് ശീലിക്കുന്നത് വഴിയും അഥവാ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ വെളിച്ചത്തിലും പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. അപകീർത്തി ഒഴിവാക്കുവാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ നിന്നും സാമ്പത്തിക ചുമതലകളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള തീരുമാനം ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. ആത്മീയ പ്രഭാഷണങ്ങൾ പല വിധത്തിലുള്ള മിഥ്യാധാരണകളെയും ഒഴിവാക്കുന്നതിന് ഉപകരിക്കും. നിക്ഷേപ സമാഹരണ യജ്ഞം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതാണ് എങ്കിൽ പോലും പ്രത്യേക നിബന്ധനയോടുകൂടി തന്നെ ജൂൺ മാസത്തിൽ പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടിയും ഒരു പക്ഷേ നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളുടെ അനുബന്ധമായുള്ള സ്ഥാപനം തുടങ്ങുവാനുള്ള അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഒരു പക്ഷേ മറ്റുള്ളവരെ ഉൾപ്പെടുത്തുന്നതും മറ്റുള്ള
കൂട്ടത്തിൽ കൂടെയും കൊണ്ട് പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നത് അത്ര തന്നെ ഉചിതമല്ലാത്തതുമാണ്. വാത, ഉദര, നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. എന്നാൽ ചിലർക്ക് ആധുനിക ചികിത്സാ രീതികളും മറ്റു ചിലർക്ക് പ്രകൃതി ഭക്ഷണ രീതികളും അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പരിധിവരെ രോഗാവസ്ഥകളെ അതിജീവിക്കാൻ സാധിക്കുന്നതുമാണ്. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാൻ അവസരമുണ്ടാകും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭരണപരിഷ്കാരം ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ആദർശങ്ങൾ നല്ലതാണെങ്കിൽ പോലും സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തത് വഴി ചെറിയ രീതിയിൽ പരിഹാസങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഇതെല്ലാം തന്നെ പ്രകൃതി നിയമമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടും കൊണ്ടും ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ഒരു പരിധിവരെ ഈ അപകീർത്തികളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാനിടയുണ്ട്. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിൻ്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. നിലവിലുള്ള ഗൃഹം നിലനിർത്തിക്കൊണ്ട് തന്നെ വിസ്തൃതിയുള്ള ഒരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനുള്ള തീരുമാനം പ്രാരംഭത്തിൽ അതിന് തുടക്കം കുറിക്കും. ഒരുപക്ഷെ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം വരച്ച പ്ലാനിന് സമൂലമായിട്ടുള്ളൊരു മാറ്റം വരുത്തുവാനും കൂടുതൽ സൗകര്യങ്ങളുണ്ടാവും, സമാധാനപരമായിട്ട് ജീവിതം നയിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ പ്രത്യേകിച്ച് 2027 2028 പൂർത്തീകരിച്ചാൽ മതി എന്ന ധാരണയോടുകൂടി തന്നെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള പഠിപ്പിനോട് ബന്ധപ്പെട്ട ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനം പൂർണ്ണമാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽ ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രതിഭാസംഗമത്തിൽ പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ജോലി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്നവർക്കോ ദൂരദേശത്ത് താമസിക്കുന്നവർക്കോ സ്ഥാപനത്തിന് പദ്ധതികൾ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജോലിക്ക് നിലനിൽപ്പ് വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചിലരൊക്കെ തന്നെ മറ്റൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ ഉള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. മറ്റു ചിലർ ഈ നിലവിലുള്ള ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ ഒരുപക്ഷെ പേരുകേട്ട സ്ഥാപനമായിരിക്കാം, ശമ്പളക്കുറവൊക്കെ ഉണ്ടാവാം, ആനുകൂല്യങ്ങളെല്ലാം വളരെ കുറയുവാനിടയുണ്ട്. എന്നിരുന്നാൽ പോലും നല്ല സ്ഥാപനത്തിലേക്ക് ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വാഹനാപകടത്തിന് ദൃക്സാക്ഷിയാകുവാനും മാനസികമായിട്ടുള്ള വിഷമാവസ്ഥകൾക്കും യോഗം കാണുന്നുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഭരണ സംവിധാനത്തിൽ പല അപാകതകളുണ്ടെങ്കിൽ പോലും എല്ലാം രേഖാപരമായിട്ട് തന്നെ ഉടമസ്ഥരെ ധരിപ്പിക്കുവാനും അതിൻ്റെ കൃത്യമായുള്ള രൂപരേഖ തയ്യാറാക്കുവാനും സമർപ്പിക്കുവാനുമുള്ള അവസരം വന്നു ചേരുന്നത് വളരെ ഗുണകരമായി തീരും. സമൂഹത്തിനും വ്യക്തിപരമായിട്ടും നേട്ടമുണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരം കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുപരി പൊതുജനപ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും ജൂൺ മാസം മുതൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജനസമ്മതി എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ 2026 യോഗമുണ്ട്.